ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വാഹിരീൻ അജ്മഈൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി തന്നെ സ്ഥാനാർത്ഥിയായതുപോലെയാണ് അവിടുത്തെ പ്രചരണ വിഷയങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് CPM-ൻ്റെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങൾ, മീഡിയ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം വളരെ വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, പഹൽഗാം വിഷയത്തിൽ ഒട്ടും തന്നെ പ്രതികരിക്കാത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പച്ചക്കള്ളം, വ്യാജം പാർട്ടി സെക്രട്ടറി തന്നെ എഴുന്നള്ളിച്ചു. അതിനെ തുടർന്ന് മറ്റു ആളുകളും അത് ഏറ്റെടുത്തായി നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ പഹൽഗാം വിഷയം നടന്ന ഉടനെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ അമീർ സയ്യിദ് സഅദുല്ലാ ഹുസൈനി വളരെ വിശദമായി അതിനെ അപലപിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതൊക്കെ ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പാർട്ടി സെക്രട്ടറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ളൊരു വിധിയെഴുത്തായി മാറും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ചർച്ചാ വിഷയമായി ജമാഅത്തെ ഇസ്ലാമി മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. മതരാഷ്ട്രവാദം എന്നതാണ് എല്ലായ്പ്പോഴും പോലെ ജമാഅത്തെ ഇസ്ലാമി ഇപ്രാവശ്യവും ക്വൈൻ ചെയ്തൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. മതരാഷ്ട്രവാദം നേരത്തെയും പല സന്ദർഭങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയ കാര്യമാണ്. ഇസ്ലാമിൽ മതരാഷ്ട്രവാദ സങ്കല്പമില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിനെയാണ്. അപ്പോൾ ഇസ്ലാമിൽ മതരാഷ്ട്രവാദമുണ്ടെങ്കിലേ ജമാഅത്തെ ഇസ്ലാമിയിൽ മതരാഷ്ട്രവാദമുള്ളൂ. ഇസ്ലാമിലുള്ളതല്ലാത്ത ഒന്നും ജമാഅത്തെ ഇസ്ലാമിയിൽ ഇല്ല. ഇസ്ലാമിൽ മതരാഷ്ട്രവാദമില്ല. മതരാഷ്ട്രവാദം പൊതുവെ അതിന് പല അർത്ഥങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ പല അർത്ഥങ്ങളിൽ അത് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഒന്ന് പുരോഹിത ആധിപത്യമാണ്. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. പിന്നെ മറ്റും മതവിശ്വാസികളുടെ അവകാശങ്ങളൊക്കെ നിഷേധിച്ച് കളയുക, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുക, ഈ രീതിയും ഇസ്ലാമിലില്ല. ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയിൽ, രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ, രാഷ്ട്രസങ്കല്പത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിലും അത്തരം കാര്യങ്ങളില്ല. ഇസ്ലാമിൻ്റെ മൂല്യങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വ്യക്തി ജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമി മാത്രമായിട്ട് മുന്നോട്ട് വെക്കുന്നതല്ല, എല്ലാ പ്രവാചകന്മാരും മുന്നോട്ട് വെച്ചതും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ചതും പ്രയോഗവൽക്കരിച്ചതും മുസ്ലിം സമൂഹം അതിനുശേഷം ഖലീഫമാരും സലഫുസ്വാലിഹീങ്ങളും ഒക്കെ പിന്തുടർന്നതുമായ ഒരു കാര്യത്തെ ജമാഅത്തെ ഇസ്ലാമി സമകാലിക സന്ദർഭത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു, സമൂഹത്തിൻ്റെ മുമ്പിൽ അതിനെ അവതരിപ്പിക്കുന്നു എന്നത് മാത്രമാണ്. അപ്പോൾ ഇസ്ലാമിൽ മറ്റു മതസ്ഥരുടെ ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങളെക്കുറിച്ച്, അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് അധ്യാപനങ്ങൾ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ തൻ്റെ അനുയായികളോട്, അന്ത്യനാൾ വരേക്കുമുള്ള അനുയായികളോട് ഉപദേശമായി, വസിയ്യത്തായി പറഞ്ഞ കാര്യങ്ങളിലൊന്ന് മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യരുടെ അവകാശങ്ങൾ, അതിൻ്റെ സംരക്ഷണം എന്നതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മറ്റു മതസ്ഥരുടെ അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ആളുകളുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്നതാണ് എന്ന ഒരു തെറ്റായ പ്രിമൈസ് ആദ്യം സ്ഥാപിച്ചിട്ട്, എന്നിട്ട് ആ തെറ്റായ കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ ആരോപിച്ചിട്ട് അതിനെ എതിരിടുക എന്ന ഒരു രീതിയാണ്, ഒരു തരത്തിലുള്ള ലോജിക്കൽ ഫാലസിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആദർശം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക. അതൊരു ഓരോ മതങ്ങൾക്കും വിശ്വാസത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. ഇസ്ലാം നിഷ്കൃഷ്ടമായ ഏകദൈവ വിശ്വാസത്തെ മുന്നോട്ട് വെക്കുന്ന ആശയമാണെന്ന് സാമാന്യമായി എല്ലാവർക്കും അറിയാം. അതിൻ്റെ മറ്റൊരു തലം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ ഊന്നി പറഞ്ഞ ഒരു തലം, അബുൽ മൗദൂദിയും ഒരു പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ ഊന്നി പറഞ്ഞൊരു തലമാണ് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ന്യായം, എന്താണ് അന്യായം, എന്താണ് നീതി, എന്താണ് അനീതി. ഇത് തീരുമാനിക്കാനുള്ള അതോറിറ്റി, അൾട്ടിമേറ്റ് അബ്സല്യൂട്ട് അതോറിറ്റി എന്ന് പറയുന്നത് ഏകനായ ദൈവമാണ്. ഇതിനെയാണ് പലപ്പോഴും
മതരാഷ്ട്രവാദമായും ഭീകരവാദമായും വർഗീയവാദമായും തീവ്രവാദമായിട്ടുമൊക്കെ അവതരിപ്പിക്കാറ്. നിർഭാഗ്യകരമായ കാര്യം, ചില മതസംഘടനകളടക്കം അവതരിപ്പിക്കാറുള്ളത്. ഇതിലെന്ത് മതരാഷ്ട്രവാദമാണ്, ഇതിലെന്ത് തീവ്രവാദമാണ്, ഇതിലെന്ത് വർഗീയതയാണ്, ഇതിലെന്ത് അമാനവികതയാണുള്ളത്? ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്ത ഒരാളും തമ്മിലുള്ളൊരു പ്രശ്നം, അതിൽ ന്യായം മുസ്ലിം അല്ലാത്ത ആളുടെ ഭാഗത്താണ്, അന്യായമാണ് മുസ്ലിം ചെയ്യുന്നത് എങ്കിൽ അവിടെ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. കാരണം ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം എന്നതാണ് ദൈവകൽപ്പന. അവിടെയാണ് നിൽക്കേണ്ടത്. കാരണം സംഭവം തന്നെയുണ്ട് സൂറത്തുൽ നിസായിൽ. അതെ, അപ്പോൾ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് വ്യക്തിയുടെ താല്പര്യമോ കുടുംബത്തിൻ്റെ താല്പര്യമോ സമുദായത്തിൻ്റെ താല്പര്യമോ ദേശത്തിൻ്റെ താല്പര്യമോ വെച്ചുകൊണ്ടല്ല, ദൈവപ്രോക്തമായ സനാതനമായ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് അംഗീകരിക്കണം, ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഊന്നിപ്പറയുന്ന ഒരു കാര്യം ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ, ഇതിലെന്ത് വർഗീയതയാണുള്ളത്, ഇതിലെന്ത് മതരാഷ്ട്രവാദമാണുള്ളത്, ഇതിലെന്ത് തീവ്രവാദമാണുള്ളത്? ഇതാണ് ഏറ്റവും മാനവികമായ കാഴ്ചപ്പാട്. കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന വർഗ സങ്കല്പത്തെക്കാളും ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് ദേശീയതയെ മുൻനിർത്തിയാണ് എന്ന കാര്യത്തെക്കാളും സമുദായത്തെ മുൻനിർത്തിയാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിനേക്കാളും ഒക്കെ എത്രയോ ഉയർന്ന മാനവികമായ ഒരു കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആദർശം. അതിൻ്റെ ഭരണഘടന ഇത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഈ വിശദീകരണം തന്നെ വളരെ ദൈവികമായതുകൊണ്ട് തന്നെ വളരെ മാനവികവുമാണ്. അതുകൊണ്ട് ഇതിൻ്റെ മേലിൽ തീവ്രവാദമോ മതരാഷ്ട്രവാദമോ വർഗീയവാദമോ ആരോപിക്കുന്നതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മുമ്പത്തേൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം CPM-ൻ്റെ ഭാഗത്തുനിന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു രൂക്ഷമായൊരു ആരോപണം കൂടി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ അനുകൂല പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകരാക്രമണത്തെ അപലപിച്ചില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആരോപണം കൂടി. അത് ഏതെങ്കിലും ഒരു സൈബർ സഖാക്കൾ ഉന്നയിച്ചൊരു കാര്യമല്ല, പാർട്ടി സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി ഉന്നയിച്ചതാണ്. എന്ന് പറഞ്ഞാൽ CPM ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ സംഘപരിവാർ സ്വീകരിക്കുന്നൊരു ദ്വന്ദ്മുണ്ട്, ഒരു ആഖ്യാന രീതിയുണ്ട്. മുസ്ലിങ്ങളെല്ലാവരും പാകിസ്ഥാൻവാദികളാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടന്നാൽ പാകിസ്ഥാൻ ഇൻ കേസ് ജയിച്ചാൽ അതിൻ്റെ മർദ്ദനങ്ങളും പീഡനങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റുവാങ്ങുക. പാകിസ്ഥാൻ പരാജയപ്പെട്ടാൽ അതിൻ്റെ വിജയാഘോഷം അവിടുത്തെ മുസ്ലിം ഗല്ലികളിൽ ഭീകരമായ രീതിയിൽ സൃഷ്ടിക്കുക. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നോർമലി പാകിസ്ഥാൻ അനുകൂലികളാണെന്ന് സെറ്റ് ചെയ്തിട്ട് അവരെ തല്ലിക്കൊല്ലാനുള്ള ഒരു ആഖ്യാനം നേരത്തെ നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാർ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു ഭീകരമായ ഒരു ക്രമത്തിലേക്ക് CPM-ഉം കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു തുടക്കമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് യഥാർത്ഥത്തിൽ അവർ മുൻനിർത്തിയിട്ട് കേരളത്തിൽ ഇന്നേ വരെ പ്രചരിപ്പിച്ച എല്ലാ ഇസ്ലാമോഫോബിയയും അവർ പ്രചരിപ്പിച്ചില്ല. അത് ജമാഅത്തെ ഇസ്ലാമി ഇന്നാവും, നാളെ മറ്റു സംഘടനകളാവും. പക്ഷേ ഇതിൻ്റെ അപകടങ്ങൾ മനസ്സിലാവാതെ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ഒറ്റപ്പെടുത്തുകയും ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് പരിശുദ്ധരാണ് എന്ന ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്യുകയും, മുമ്പത്തെ നിന്ന് വ്യത്യസ്തമായി പല മതസംഘടനകളും ഒരു ഇലക്ഷൻ സമയത്ത്, പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ഒക്കെയുള്ള ശ്രമം ഈ ഇലക്ഷനിൽ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഒരു ഏജൻസി പണി തന്നെ പല മതസംഘടനകളും എടുത്തതായി ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് കണ്ടതാണ്. പെഹൽഗാം പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ വിഷയം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെഹൽഗാം വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായ സ്റ്റാൻഡ് സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാവരും ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് എല്ലാ മുസ്ലിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ സംഘപരിവാർ നിരന്തരമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അവർ പാകിസ്ഥാൻ അനുകൂലികളാണ്, പാകിസ്ഥാൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, അതിനുവേണ്ടി വാദിക്കുന്നവരാണ് എന്ന സ്വഭാവത്തിൽ അത് CPM കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളിടത്താണ് ഇപ്പോൾ അത് എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ അപകടം. കേരളത്തിൽ കുറേ കാലങ്ങളായിട്ട് CPM-ൻ്റെ ഒരു ശൈലി, അവരുടെ ഒരു പ്രവർത്തനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് എന്തൊരു നരേഷനാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ നരേഷനെ വളരെ കൃത്യമായി കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ആസൂത്രിതമായി പ്രചരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ കാലങ്ങളായിട്ട് 2019 ലോക്സഭാ ഇലക്ഷന് ശേഷമാണ് അതിൻ്റെ ഏറ്റവും തീവ്രമായൊരു സ്വഭാവത്തിലേക്ക് എത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കുക.
ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ്റെ ഒരു പശ്ചാത്തലം എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അത് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ സ്വഭാവത്തിൽ അവർ പ്രകടിപ്പിക്കുന്നത്. അവിടെ ഇപ്പോൾ നേരത്തെ ഷിഹാബ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളും അതേ എന്താണോ CPM ഇവിടെ സംഘപരിവാറിൻ്റെ താല്പര്യങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഉന്നയിക്കപ്പെടുന്നത് അതേ സംഗതികൾക്ക് ബലം നൽകുന്ന സ്വഭാവത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില സംഘടനകളും ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇവിടെ പ്രബലമായൊരു മുസ്ലിം സമുദായത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണം എന്ന് വരെ എഴുതുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ ഒരു ചരിത്രപരമായ ഒരു ത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ എന്താണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, പലപ്പോഴും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണ്, അവർ തികച്ചും അവസരവാദ രാഷ്ട്രീയം, തങ്ങളുടെ താല്പര്യങ്ങൾ എവിടെയാണോ സംരക്ഷിക്കപ്പെടുക അതിൻ്റെ കൂടെ നിൽക്കുക എന്നതിനപ്പുറം രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ഒരു എത്തിക്സ്, രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ഒരു മൊറാലിറ്റി, ഒരു വാല്യൂ, ഇതിനൊന്നും ഒരു പരിഗണനയും നൽകാതെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുക എന്നത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരണം, അല്ലെങ്കിൽ അങ്ങനെ വരാത്തൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നവരാരാണ്? ആ മാറി നിന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ മാറി നിന്നത്? അതും ഈ പറഞ്ഞതുപോലെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് വലിയ തോതിലുള്ള ഭിന്നിപ്പും കലഹങ്ങളും ഉണ്ടാക്കിയ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിങ്ങൾ മുഖ്യധാരയിലേക്ക് വരണം, നിങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് എന്ന സ്വഭാവത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് അതിൻ്റെ സംഘടനാപരമായ എന്തെങ്കിലും താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടോ സംഘടനയ്ക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം നേടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മറിച്ച് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലക്ക് സ്വീകരിക്കേണ്ട വളരെ ബോൾഡായ പൊളിറ്റിക്സാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതിനെ ഒരാൾ സത്യസന്ധമായി വസ്തുതാപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാനേ ആർക്കും സാധിക്കുകയുള്ളൂ. പക്ഷേ നിരന്തരമായി തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമങ്ങളാണ് ഈ കൂട്ടർ ഉൾപ്പെടെ CPM എന്താണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുക. എന്ന് മാത്രമല്ല, ഇവിടെ CPM ഉന്നയിച്ച ആരോപണങ്ങൾ അതിനേക്കാൾ വ്യാപ്തിയിലും ആഴത്തിലും തങ്ങളുടെ പത്രപ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ അധികാരമുള്ള വിഭാഗങ്ങൾ ആരാണ്, അവരോട് ഒട്ടി നിന്നൊരു ചരിത്രമാണ് ഇവരുടെ ഒരു ഉള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൊടകിൽ BJPയുടെ കൂടെയാണ്, മംഗലാപുരത്ത് BJPയെ സപ്പോർട്ട് ചെയ്യുന്നു, ലക്ഷദ്വീപിൽ BJP വിഭാഗത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അവിടെ സംഘപരിവാറിന് ഒരു മേൽക്കോയ്മ കിട്ടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നു, ഇവിടെ CPMന് മേൽക്കോയ്മ കിട്ടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നു. എന്നിട്ട് അവരുടെ ആഖ്യാനങ്ങൾ സ്വന്തം നിലനിൽപ്പിനെ തന്നെ ഇല്ലാതെയാക്കുന്ന ഈ ആഖ്യാനങ്ങൾക്ക് പേജും സ്റ്റേജും നൽകി സമൂഹത്തെയും സമുദായത്തെയും ഒറ്റിക്കൊടുക്കുന്ന എല്ലാ കാലത്തും മുൻപന്തിയുള്ള ആളുകളാണ്. നല്ല മുസ്ലിം കോർഡിനേഷൻ കേരളത്തിലുണ്ട്. ഉദാഹരണമായിട്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വഖഫ് ഏറ്റവും ഒടുവിൽ വഖഫായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ചർച്ചകൾ സംഘടിപ്പിച്ചു. അതിൽ ഉള്ള സാന്നിധ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരാണ് അതിൽ ആബ്സെൻ്റ് ആയത്? അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ 2 പ്രധാനപ്പെട്ട കേരളത്തിലെ മുസ്ലിം മുഖ്യധാര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അതിൽ തുടക്കം മുതലേ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അതിലില്ലാത്ത ആളുകൾ AP വിഭാഗമാണ്. മുഖ്യധാരയിലേക്ക് വരേണ്ടത് ശരിക്കും AP വിഭാഗമാണ്, ജമാഅത്തെ ഇസ്ലാമി അല്ല. ജമാഅത്തെ ഇസ്ലാമി എക്കാലത്തും കൂടെ മുഖ്യധാരയിൽ മുസ്ലിം മുഖ്യധാരയിലുള്ള സംഘടനയാണ്. മുസ്ലിങ്ങൾ ഒന്നായി നിൽക്കുന്ന ഒരു ശ്രമം അല്ലെങ്കിൽ ഐക്യശ്രമത്തിന് എല്ലാ കാലത്തും തുരങ്കം വെക്കുകയും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. എന്നിട്ട് പ്രസിദ്ധീകരണങ്ങളിലും സ്റ്റേജുകളിലുമെല്ലാം ജമാഅത്തെ ഇസ്ലാമി മുഖ്യധാരയിലേക്ക് വരണമെന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം, യഥാർത്ഥത്തിൽ ദാസ്യപ്പണിയുടെ ഒരു തീർച്ചയായിട്ടും പാരമ്യതയിലെത്തി എന്നത് മാത്രമാണ് അതിന് പറയാം. ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണം എന്ന് ആണ് AP വിഭാഗത്തിൻ്റെ പ്രസിദ്ധീകരണം പുറത്തു വന്നതായി കണ്ടിട്ടില്ല, പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നേരത്തെ ഹക്കീം നദവി സാഹിബ് സൂചിപ്പിച്ചതുപോലെ സമസ്ത EK വിഭാഗവും AP വിഭാഗവും തമ്മിൽ ആദർശപരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഇപ്പോഴുമില്ല. എന്തെങ്കിലും അല്ലറ ചില്ലറ നയസമീപനത്തിലുണ്ടെങ്കിലല്ലാതെ. അപ്പോൾ എന്തോ ഒരു മൗലികമായ നയപ്രശ്നം ഉന്നയിച്ചിട്ടുമല്ല. അതേസമയം
പിന്നെ വ്യക്തി താല്പര്യങ്ങളും വിഭാഗീയ താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും അങ്ങനെ പലതരത്തിലുള്ള ചെറിയ ചെറിയ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അവർ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയെ പിളർത്തി വേറെ സംഘടന ഉണ്ടാക്കുകയും ഒരുപാട് മഹല്ലുകളിൽ അതിൻ്റെ പേര് നേരത്തെ ഹക്കീം നദീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയും കേരള നേതൃത്വ മുജാഹിദിൻ്റെ വ്യത്യസ്ത ഗ്രൂപ്പുകളും സമസ്തയുടെ ഗ്രൂപ്പുകളൊക്കെ തമ്മിൽ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് എത്രയോ കാലമായി നടക്കുന്നൊരു സംവാദമാണ്. അതിൻ്റെതായ അടിസ്ഥാനങ്ങളുണ്ട്. ആ സംവാദങ്ങൾ തുടരുന്നു. പക്ഷേ എ പി വിഭാഗവും ഇ കെ വിഭാഗവും തമ്മിൽ ഇങ്ങനെ ദൈവശാസ്ത്രപരമായ അഖീദാപരമോ പിന്നെ സുന്നത്ത് വിദഗ്ധ സംബന്ധിയായ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് സുന്നികളുടെ ഒരു മുഖ്യധാരയെങ്കിലും വിഘടിപ്പിച്ച് പിന്നെ പിളർത്തി ഉണ്ടാക്കി പോയത് അവരാണ്. അവരത് പിരിച്ചു വിട്ടിട്ട് നന്ന ചുരുങ്ങിയത് സുന്നികളുടെ മുഖ്യധാരയിൽ ലയിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പിരിച്ചുവിടാൻ ഏതെങ്കിലും ഒരു സംഘടന പിരിച്ചുവിടേണ്ടതുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമി അല്ല, മറിച്ച് എ പി വിഭാഗം പിരിച്ചുവിട്ടിട്ട് അവരുടെ മാതൃസംഘടനയിൽ ലയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് RSS ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു. അതിൻ്റെ ഒരു മറുഭാഗമാണ്, അല്ലെങ്കിൽ നാണയത്തിൻ്റെ ഒരു മറുവശമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അവർ ഇതിലൂടെ സമർത്ഥിക്കുന്നത്. നേരത്തെയും അവർ സമർത്ഥിച്ച ഒരു കാര്യം തന്നെയാണ്. അത് മുസ്ലിം സംഘടനകളും വേറെ ഒരു രീതിയിൽ അത് മതരാഷ്ട്രവാദികളെന്ന പദപ്രയോഗം മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ നിന്നും പല രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടിരിക്കും. അത് നിരന്തരമായി ഉന്നയിക്കുകയും പ്രത്യേകിച്ച് ഒരു എലക്ഷൻ സോഷ്യൽ എൻജിനീയറിങ്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ നരേഷൻ അവർ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ ഇലക്ഷനുകളിലും പ്രത്യേകിച്ച് മറ്റു വിഭാഗങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ നടക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ അതിൻ്റെ അളവിൽ വ്യത്യാസങ്ങളുണ്ടാവും. മുസ്ലിം ലീഗിനെയും സലഫികളെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു വിഷയം അതിലുണ്ട്. ഇപ്പോൾ ജയരാജൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിരുന്നൊരു കാര്യമാണ്. ജയരാജൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ വിഭാഗങ്ങളെയും തീവ്രവാദികളാക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പാകിസ്ഥാൻവാദികളാക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ മതരാഷ്ട്രവാദികളാക്കുന്നു, സലഫികളെ ഭീകരവാദികളാക്കുന്നു. ഈവൻ അവർക്ക് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തുള്ള PDPയെ അതിൽ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒരു റിസോഴ്സായി സായുധ പരിശീലനം നൽകിയ ആളുകളെന്ന രീതിയിൽ അവർ വിലയിരുത്തുന്നു. AP വിഭാഗത്തിൻ്റെ ഈ ടൈഗർ സുന്നി പോലെയുള്ള സംഭവം, ജമിയത്തുൽ ഇഹ്സാനിയെ പോലെയുള്ള കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നു. സമസ്തയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിലുണ്ട്. ഓരോ മുസ്ലിം സംഘടനകളെക്കുറിച്ചും വർഗീയതയും തീവ്രതയും ആരോപിക്കുക, അതിനാരോപിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ സമർപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഒരു കപ്പലിൻ്റെ ഒരറ്റം എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെ ഈ ആരോപണത്തിൽ കാണുന്നത്. പക്ഷേ ഇതിൽ വാസ്തവം അറിയാതെ യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളും പല രീതിയിൽ കണ്ണിചേരുന്നു എന്നൊരു ഖേദകരമായൊരവസ്ഥ അവിടെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിന്ദു രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന കോയിൻ ഒരു ബൈനറി സൃഷ്ടിക്കുക എന്ന് പറയും. ലളിതമായ സമീകരണ യുക്തികൾ എന്ന് പറയും. വളരെ സങ്കീർണതകളുള്ള ഒരു വിഷയത്തെ വളരെ ഉപരിപ്ലവമായി സമീകരിക്കുക എന്നതാണ്. ഇപ്പോൾ ഒരു കൂട്ടർ ഹിന്ദു രാഷ്ട്രം പറയുന്നു, വേറൊരു കൂട്ടർ ഇസ്ലാമിക രാഷ്ട്രം പറയുന്നു. ഇതിൻ്റെ വേറൊരു മോഡലാണ് സംഘപരിവാർ തന്നെ പറയുന്ന, ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ഭരണകൂടങ്ങൾ, സുൽത്താൻമാർ, മുഗളന്മാർ ഇവർ വന്നിട്ടുണ്ട്, ബ്രിട്ടീഷുകാരും വന്നിട്ടുണ്ട്. രണ്ടും കൊളോണിയലിസമാണ്. രണ്ടു കൂട്ടരും പുറത്തുനിന്ന് വന്നതാണ്. ഒന്ന് മുസ്ലിം കൊളോണിയലിസമാണ്, മറ്റത് ക്രിസ്ത്യൻ കൊളോണിയലിസമാണ്, അല്ലെങ്കിൽ ഒന്ന് മുസ്ലിം കൊളോണിയലിസമാണ്, മറ്റത് ബ്രിട്ടീഷ് വെസ്റ്റേൺ കൊളോണിയലിസമാണ്. ഇതിങ്ങനെ പറഞ്ഞു നോക്കിയാൽ വളരെ ഭദ്രമായി തോന്നുന്ന ഒരു സിമ്പിൾ ലോജിക്കാണത്. ഇങ്ങനെ ലോക്കാക്കുന്ന ഒരു രണ്ടെണ്ണത്തെ ഇങ്ങനെ ചേർത്ത് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ആഴത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം സുൽത്താൻമാരും മുഗളന്മാരും ഇവിടെ വന്ന് ഇവിടെ ജീവിച്ച് ഇതിനെ സമ്പുഷ്ടമാക്കി ഇവിടെ മരിച്ചുപോയ ആളുകളാണ്. ഈ രാജ്യത്തെ വളർത്തി വികസിപ്പിച്ച ആളുകളാണ്. അങ്ങനെയല്ല ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ വെസ്റ്റേൺ കൊളോണിയലിസം എന്ന് പറയുന്നത്. ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ GDP ഉയർന്നതെന്ന് പറയുന്നത്. വളരെ പ്രധാനമാണ്. അവർ എവിടത്തേക്കും പോയിട്ടില്ല. അവർ വന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകാത്തവരാണ്. ഇവിടുത്തുകാരായി ജീവിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്, ഇതിൻ്റെ നാഗരികതക്ക്, സംസ്കാരത്തിന് വലിയ സംഭാവനകൾ നൽകിയവരാണ്. അതല്ല നമ്മുടെ വിഷയം. ഇതുപോലെ ഹിന്ദു രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, ഇതിൻ്റെ വളരെ പ്രത്യക്ഷത്തിലെടുത്തിട്ട് ഇതൊന്നാണെന്ന് പറയുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഹിന്ദു മതത്തെ, അതിൻ്റെ പ്രമാണങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു തത്വസംഹിതയേ അല്ല RSS എന്ന് പറയുന്നത്. അത് അവരുടെ തന്നെ ലിറ്ററേച്ചറുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഗോൾവാൾക്കർ പറയുന്നൊരു കാര്യം, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഗോൾവാൾക്കർ പറയുന്നൊരു കാര്യമുണ്ട്. അരൂപിയായ
ഈശ്വരനിൽ ഇവിടെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, അതിനെ ആരാധിക്കുന്നുണ്ട്. അതിലൊരു കഥയില്ല, അതുകൊണ്ടൊരു കാര്യവുമില്ല. ജീവിക്കുന്ന ദൈവം, ലിവിങ് ഗോഡ്, അതിലാണ് വിശ്വസിക്കേണ്ടത്. അത് മറ്റതിന് ഉപാസനകളും പൂജകളൊന്നും അർപ്പിക്കുന്നതുകൊണ്ട് ഒരു ഫലവുമില്ല. ഈ ജീവിക്കുന്ന ദൈവം ഏതാണ്? അത് ഹിന്ദു സമാജമാണ്. അപ്പോൾ RSS വേറെ, ഇതിപ്പോൾ ഒരു ഹിന്ദു പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ RSS ഒന്നും ബാധകമല്ലാത്ത ഒരു സാധാരണ ഹിന്ദു സന്യാസിയോടോ പുരോഹിതനോടോ ഹിന്ദു ഭക്തനോടോ ഇങ്ങനൊരു ദൈവത്തെ നിങ്ങൾക്ക് പ്രമാണങ്ങളിൽ നിങ്ങളുടെ ഒരു പ്രാക്ടീസിൽ പരിചയമുണ്ടോ, നിങ്ങൾ അച്ഛൻ മുത്തച്ഛന്മാരിൽ ഇങ്ങനൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊരു വേറെ ഒരു സംഗതി ഉണ്ടാക്കുകയാണ്. ഇത് വളരെ വംശീയമായ, മതങ്ങൾ ജീർണിക്കുമ്പോൾ അത് വംശീയമാകുന്നുണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് തീർത്തും മതങ്ങൾ വേറെ നന്മയുടേതായ ഒരുപാട് ഘടകങ്ങളും ഉണ്ടാവും. ഇത് വംശീയ പദ്ധതിയാണ്. അപ്പോൾ ഈ വംശീയ പദ്ധതിയായ RSSന് അത് മതത്തിൻ്റെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ RSS മതം എന്നല്ല അവർ പറയുന്നത്, മതത്തെ പോലെ ഒരു സംസ്കാരം. ഇപ്പോൾ ഒരാൾക്ക് RSSൽ ചേരാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് അവരുടെ കൺസേൺ അല്ല. അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ഏതെങ്കിലും പ്രമാണങ്ങളെയോ ഗ്രന്ഥങ്ങളെയോ, ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയും, അദ്വൈതം ഹിന്ദു മതത്തിലെ ഒരു തത്വമാണ്. അദ്വൈതത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി അപരം എന്ന ഒന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ അപ്പുറത്ത് ഷിഹാബ് സാഹിബ് ഇരിക്കുന്നു, അപ്പോൾ എന്നിൽ നിന്ന് വേറിട്ട് ഒരാൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെനിക്ക് നമ്മളുടെ ഒരു കോ എക്സിസ്റ്റൻസ്, അപ്പോൾ നിങ്ങളുടെ ചില മര്യാദകൾ ഞാൻ പാലിക്കേണ്ടത് നിങ്ങൾ എന്നോടും പാലിക്കേണ്ടതുണ്ട്. അത് അപരം എന്ന ഒന്നുണ്ടാകുമ്പോഴാണ്. അദ്വൈതത്തിൻ്റെ പ്രശ്നത്തിൽ അപരമില്ല, നമ്മളെല്ലാം കൂടി. അതുകൊണ്ട് തന്നെ വേറൊരു വ്യക്തി, വേറൊരു ആശയം, വേറെ എക്സിസ്റ്റൻസ് അതിന് പരിഗണിക്കേണ്ടതില്ല. അതതിൻ്റെ ഒരു പ്രശ്നമാണ്, പരിമിതിയാണ്. പക്ഷേ ആ അദ്വൈതം പോലുമല്ല RSS പറയുന്ന അദ്വൈതം. RSSൻ്റെ അദ്വൈതം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു സമാജമാണ് എല്ലാം. എല്ലാം ഹിന്ദു സമാജത്തിൽ നിന്നുണ്ടായതാണ്, എല്ലാം ഹിന്ദു സമാജത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന, ഇപ്പോൾ ശങ്കരാചാര്യരാണല്ലോ അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആചാര്യൻ. അദ്ദേഹം വിശദീകരിച്ച അദ്വൈതമല്ല, അല്ലെങ്കിൽ ഹിന്ദു പ്രമാണങ്ങളും ആചാര്യന്മാരും പറയുന്നൊരു അദ്വൈതത്തെക്കുറിച്ചല്ല ഇവർ പറയുന്നത്. അത് വംശീയമായ വേറെ ഒരു പദ്ധതിക്ക് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന് മതവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, അതിന് സംസ്കാരം എന്ന് പറയുന്ന ഒരു ദേശീയതയിലും വംശീയതയിലും അധിഷ്ഠിതമായ ഒരു പദ്ധതി, ഒരു ആധുനികമായ ഒരു വംശീയ പദ്ധതിയാണത്. വംശീയതയുടെ ഭാഗമായിട്ട് അവർ, അതുകൊണ്ട് തന്നെയാണ് ദൈവശാസ്ത്രപരമായി ഭയങ്കര വൈരുദ്ധ്യങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഒന്നിച്ചു ഉൾക്കൊള്ളുന്നു. ഇപ്പം ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിൽ, ഹിന്ദുമതത്തിൽ തന്നെ ഒരുപാട് സ്ട്രീമുകളുണ്ട്. വൈഷ്ണവമുണ്ട്, ശൈവമുണ്ട്, ദ്വൈതമുണ്ട്, അദ്വൈതമുണ്ട്. ഇതിനെയൊക്കെ കൂടി ഒരു സംസ്കാരം, വംശീയം എന്ന അർത്ഥത്തിൽ, ഇതൊക്കെ ഇന്ത്യനാണ്, ഇവിടെ ജനിച്ചതാണ് എന്ന അർത്ഥത്തിൽ അവർ ഏകീകരിക്കുകയാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താണ്? ഇത് വംശീയമേ അല്ല. ഇസ്ലാമിൻ്റെ സ്വഭാവം വംശീയമല്ല. എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. ഈ ഇത് വംശീയതയെ എൻഡോസ് ചെയ്യുന്നില്ല. അതിനൊരു അർത്ഥത്തിൽ അതിനോട് കോംപ്രമൈസ് ചെയ്യുകയില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ മൗദൂദ് സാഹിബിൻ്റെ മുസ്ലിം സമുദായത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട, അർത്ഥത്തിൽ വിവാദമായിട്ടുള്ള പ്രസ്താവനയാണ് ബ്രാഹ്മണൻ്റെ പുത്രൻ ബ്രാഹ്മണനാകുന്നത് പോലെ, രജപുത്രൻ്റെ പുത്രൻ രജപുത്രനാകുന്നത് പോലെ മുസൽമാൻ്റെ പുത്രൻ മുസൽമാനാവുകയില്ല എന്ന് പറഞ്ഞാൽ അത്ര അളവിൽ, അത്ര നിഷ്കൃഷ്ടമായി വംശീയതയുടെ ലഘുരൂപങ്ങളെപ്പോലും നിരാകരിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പാകിസ്ഥാൻ വാദത്തിനൊക്കെ അതിശക്തമായി നിരാകരിക്കുന്നത്. ഈ ഒരു വംശീയ പദ്ധതിയും ഇസ്ലാമിൻ്റെ ഒരു ദൈവിക ദർശനമായ ഇസ്ലാമിൻ്റെ ദൈവികമായതുകൊണ്ട് തന്നെ മാനവികമായ, ആ മാനവികമായ സാമൂഹിക രാഷ്ട്രീയ ചിന്തയും ഒന്ന് തന്നെയാണ്, ഒരുപോലെയാണ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ രണ്ട് കാര്യങ്ങളെ ചേർത്ത് നിർത്തുക. ഏതോ രണ്ട് മതങ്ങളുടെ പേര് രണ്ടിലും ഉണ്ട് എന്നൊക്കെയുള്ള വളരെ ഉപരിപ്ലവമായ സിമിലാരിറ്റി വെച്ചുകൊണ്ട് ചേർത്ത് നിർത്തി പറയുന്ന, യാതൊരു സൂക്ഷ്മമായി പരിശോധിച്ചാൽ, ആഴത്തിൽ പരിശോധിച്ചാൽ ഒരടിസ്ഥാനവുമില്ലാത്ത ഒരു സമീകരണ യുക്തി മാത്രമാണ് അത്. കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളെന്ന് പറയുന്നത്, കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നത് പോലും ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ വർഗീയവാദി അല്ലേ എന്ന് തെളിയിക്കാനുള്ളൊരു ടെസ്റ്റ് ഡോസാണ്. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷൻ നമുക്കറിയാം, ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ ആരോപണങ്ങൾ, ഒരു സുഹൃത്ത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതിയതുപോലെ, ഒരു സംഘടന വർഗീയ സംഘടനയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന് പറയും. അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ആ സംഘടനയാകട്ടെ കേരളത്തിൽ വളരെ ചെറിയൊരു സംഘടനയാണ്. പക്ഷെ അതാണോ വർഗീയമാണോ അല്ലേന്ന് തീരുമാനിക്കലാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തപ്പെടുന്ന എന്ന് പറയും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആകെ സാരം. പക്ഷേ ഇതിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നത് മറ്റുള്ളതിലൊരു പാർട്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ വാദങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് വിഷയം എന്നതാണ് നിലമ്പൂർ CPM-ൻ്റെ നിലപാട്. എന്നാൽ ഉദാഹരണമായിട്ട് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയാണ് ഇത് ജമാഅത്തെ ഇസ്ലാമി ഈ കൂട്ടുകെട്ടിനെതിരെയുള്ള വിധിയെഴുത്തായിട്ട് മാറുമെന്ന്. അപ്പോൾ പാലക്കാട് ഇലക്ഷനൊക്കെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയും ഇതിൻ്റെ തീവ്രവാദിയും കാര്യം വളരെ സിമ്പിളാണ്, നാട്ടുകാർക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ കളവ് നടത്തുന്നു ഒരാൾക്കൂട്ടത്തിൽ, അയാൾ ഇതാ കള്ളൻ 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 എന്ന് പറഞ്ഞ് വിളിച്ചോടുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കളവ് നടത്തിയ ഒരു ഭരണകൂടം, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു. എന്താണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുണ്ടാകാൻ കാരണം അല്ലേ? അൻവർ നടത്തിയ വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലുകളൊന്നും ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടില്ല, അതെല്ലാം ഫാക്റ്റായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അൻവർ പിന്നീടുണ്ടായ രാഷ്ട്രീയ പരിണാമങ്ങൾ അത് വേറൊരു കാര്യം. അദ്ദേഹം തന്നെ കോയിനേറ്റ് ചെയ്ത വാക്കാണ് പിണറായിസം അല്ലേ? ആ പോയിന്റിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ അതാണ് നിലമ്പൂരിലെ വിഷയം. അപ്പോൾ അത് വിഷയമാകാതിരിക്കാൻ ഇതാണ് വിഷയം. ജമാഅത്തെ ഇസ്ലാമിയാണ് വിഷയം എന്ന് പറയുമ്പോൾ വേറെ യഥാർത്ഥ വിഷയം അവിടെ ഉണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇനി മഹാഭീകര പ്രസ്ഥാനമാണെന്ന് വെക്കുക എങ്കിൽ പോലും ഈ രാജ്യത്ത് ഇപ്പോൾ നിലമ്പൂരിൽ വളരെ ചെറിയ വോട്ടുള്ള ഒരു സംഘടനയുള്ളൂ, കേരളത്തിൽ വളരെ ചെറിയ ആൾബലമുള്ള ഒരു സംഘടനയാണ്. അപ്പം അതാണ് വലിയ വിഷയം എന്ന് പറയുമ്പോൾ വേറെന്തോ ഒരു വിഷയത്തെ മറച്ചു പിടിക്കേണ്ടുന്ന ഒരു ആവശ്യം ഞങ്ങൾക്കുണ്ട്. സംഘപരിവാറിൽ നിന്ന് CPM പഠിച്ച പ്രധാനപ്പെട്ട ഒരു പാടാണിത്. 10 കൊല്ലം പിന്നെ BJP ഇന്ത്യ ഭരിച്ച് കഴിഞ്ഞ 2024 ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏകദേശം 160ഓളം വരുന്ന പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരൊറ്റ പൊതുയോഗത്തിൽ ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസനം ഇതൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കുറേ പ്രസംഗിക്കുന്നവരാണ്. അതേപോലെ തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ സ്ത്രീകളുടെ കെട്ടുതാലി മുസ്ലിം എന്താ പറയുക കെട്ടുതാലി എടുത്തിട്ട് മുസ്ലിം കൊടുക്കും എന്ന് തുടങ്ങിയ പ്രസ്താവനകളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുന്നത്. ഇതേ രീതി തന്നെയാണ് ഇപ്പോൾ CPM കേരളത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ ചർച്ചയാകേണ്ട വിഷയങ്ങൾ എന്താണ്, ആ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഉരിയാടാതെ അതിനെക്കുറിച്ചൊന്നും പറയാതെ, എന്നാൽ ഇതുപോലെയുള്ള ചില വാദങ്ങൾ ഉന്നയിച്ച് അതിൽ മൊത്തം ചർച്ചയെ ഉടക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമം. സംഘപരിവാറിൻ്റെ സെയിം പാറ്റേൺ ആണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സംഘപരിവാർ മുസ്ലിം എന്ന് പറയുന്ന സ്ഥലത്ത് CPIM ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ്, മുസ്ലിം എന്നത് തന്നെയാണ്. ഒരു സൗകര്യത്തിന് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നേർക്കുനേരെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലുമല്ല. അതെ, ഉത്തരേന്ത്യയിൽ പിന്നെ ഇസ്ലാമോഫോബിയക്ക് ഒരു മുസ്ലിം ഐക്യം ഉണ്ടായാൽ മതി. പക്ഷെ കേരളത്തിൽ അത് അങ്ങനെ ചിലവാവില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അതിനുവേണ്ടി കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കോയിൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് അജണ്ടകൾ നടപ്പിലാവും. ഉദാഹരണമായിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു കൺസോൾട്ടേഷൻ നടക്കാതിരിക്കുക, അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നതിലൂടെ മറ്റു സമുദായങ്ങളുടെ കൺസോൾട്ടേഷൻ സ്വാഭാവികമായിട്ടും നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ. മറുവശമുണ്ട് ഷിഹാബ് സാഹിബേ, ഇത് ജനങ്ങളുടെ മധ്യത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കും ബുദ്ധിയുണ്ട്, ജനങ്ങളത് മനസ്സിലാക്കുന്നു. പാലക്കാട് ഇലക്ഷനിൽ അതിന്റെ ഏറ്റവും തീവ്രമായ സ്വഭാവത്തിൽ എത്രത്തോളം എന്ന് വെച്ചാൽ പിന്നെ പാണക്കാട് സാദിഖലി ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു. അത്രത്തോളം തീവ്രമായി പറഞ്ഞിട്ടും അവിടെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്തു. മുസ്ലിം ലീഗ് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നിലമ്പൂർ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഇലക്ഷനാണ്. കാരണം വേറൊരു ഉപതെരഞ്ഞെടുപ്പിന് പോലും ഇപ്പോൾ ഉദാഹരണമായിട്ട് മറ്റതൊക്കെ പാർലമെന്റിലേക്ക് മത്സരിച്ചു അല്ലെങ്കിൽ മറ്റു കോസുകളെ കൊണ്ട് മരണം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. വളരെ സെൻസിറ്റീവായ ഒരു പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് ഇലക്ഷൻ നടന്ന ഒരൊറ്റ സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയും. പക്ഷെ അവിടെ ഈ വിഷയങ്ങളൊന്നും ചർച്ചയില്ല. പോലീസിലെ RSS വൽക്കരണം, അതുപോലെ തന്നെ പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ പിണറായിസം എന്ന് പറയുന്ന രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ഇസ്ലാമും മുസ്ലിം വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ, അതിൽ പോലീസ് ഒരു ഭാഗം മാത്രമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പോയിന്റിലേക്ക് CPM ഇതിനെ ചുരുക്കി കെട്ടുകയും ഇതിലൂടെ വലിയ തോതിൽ ഒരു ഇസ്ലാമോഫോബിയക്ക് ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയുമാണ് നിലമ്പൂർ ഇലക്ഷനിൽ ചെയ്തിട്ടുള്ളത്. ഇസ്ലാമോഫോബിയെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക, അത് സംഘപരിവാർ അവിടെ ചെയ്യുന്നു, ഇവിടെ CPM ചെയ്യുന്നു. അതെ എന്ന് പറഞ്ഞാൽ ഈ മോബ് ലിഞ്ചിങ്ങിനെ സംഘപരിവാർ ഉപയോഗിക്കുന്ന കാരണങ്ങളുണ്ട് വളരെ ഡയറക്റ്റ്. അതിൽ ഏറ്റവും അപകടകരമായതാണ് പാകിസ്ഥാൻ പ്രോ പാകിസ്ഥാൻ എന്ന് പറയുന്ന കാര്യം. ആ അവസാനത്തെ ആയുധം വരെ ഉത്തരത്ത് ദിനേശന്റെ ലേഖനത്തിലാണ് ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. അതിന് ഓബ്ദുറഹ്മാൻ സാഹിബ് പ്രബോധനത്തിൽ മറുപടി എഴുതിയിട്ടുണ്ട്. പക്ഷേ പാർട്ടി സെക്രട്ടറി ഈ ദിനേശന്റെ ലേഖനം മാത്രം വായിച്ചിട്ട് ഇത് പ്രസംഗിക്കുകയാണ്. അതൊരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തുകയോ അല്ലെങ്കിൽ നേരത്തെ ഷിഹാബ് സാഹിബ് പറഞ്ഞ പോലെ ജമാഅത്തിന്റെ സൈറ്റിലോ ഫേസ്ബുക്ക് പേജിലോ ഒന്ന് കയറി നോക്കുകയോ ഒന്നും ചെയ്യാതെ. അതിനൊരു കാരണമുണ്ട്. ഈ വിദ്വേഷ പ്രചരണങ്ങൾക്ക് വസ്തുത എന്തല്ല, ഒരു ഫാക്റ്റ് ഒരു കാര്യമല്ല.
കാരണം അത് നിങ്ങൾ സംഘപരിവാറിനെ പഠിച്ചു നോക്കിയാൽ മതി. സംഘപരിവാർ സൗഹാർദ്ദവും സഹോദരി ഉണ്ടാക്കേണ്ട ആളുകളുടെ ആവശ്യമാണ് ഫാക്ട് ചെക്കിംഗ് അതെ എന്ന് പറയുന്നത്. അപ്പോൾ കാരണം അത് മനുഷ്യൻ്റെ യുക്തിബോധത്തോട് ബുദ്ധിയോട് അല്ല സംസാരിക്കുന്നത്, മറിച്ച് വെറുപ്പിൻ്റെതായ ഒരു വൈകാരിക തലത്തോടാണ് അത് സംസാരിക്കുന്നത്. കാരണം അതിന് ഫാക്റ്റ് പ്രശ്നമല്ല. ഇനി ഒരു ഫാക്റ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുപ്പിൻ്റെ വേറൊരു കാര്യം പറയും. ഇതേ കാര്യം സംഘപരിവാർ ചെയ്യുന്ന, മുമ്പ് ഹിറ്റ്ലർ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആൻറ്റിസെമിറ്റിസത്തിൽ ജൂത വിരുദ്ധതയിൽ പ്രവർത്തിച്ചതുപോലെ ഇങ്ങനെ വെറുപ്പുൽപ്പാദിപ്പിക്കുവാൻ പല കാര്യങ്ങൾ പറയുക. അതിൽ വസ്തുത ഒരു വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീർ, സ്റ്റേറ്റ് അമീർ ഒക്കെ പറഞ്ഞൊരു കാര്യം, അത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരിക്കെ ഏറ്റവും അപകടകരമായി ഇവർ പാകിസ്ഥാൻ അനുകൂലികളാണെന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ പ്രസ്താവന നടത്തുന്നതിനൊരു മടിയുമില്ലാത്തതിൻ്റെ കാരണം ആ ഒരു വെറുപ്പ് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കുക, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, മുസ്ലിങ്ങൾക്കെതിരെ ഇതുവഴി ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. അപകടകരമായൊരു നീക്കമാണ് ഈ ഇലക്ഷനിലൂടെ CPM യഥാർത്ഥത്തിൽ കേരളത്തിൽ ചെയ്യുന്നത്. നേരത്തെ തന്നെ ഒരു 10 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക്കായ ഒരു നരേഷനുണ്ട് CPMൻ്റെ ഭാഗത്ത് വന്ന. ഒരുപക്ഷെ സംഘപരിവാർ പോലും അതിൽ അപ്രസക്തരാകുന്ന രീതിയിലാണ്. കാരണം അത് കോട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമാണ് കേരളത്തിൽ സംഘപരിവാറിനുള്ളൂ. സംഘപരിവാർ പ്രോ പാകിസ്ഥാൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലുമല്ല മൊത്തം നിർമ്മിച്ച ആ കാര്യം കേരളത്തിൽ CPM വളരെ പരസ്യമായി ഏറ്റെടുത്തു എന്ന് പറയുന്നത് കേരളത്തിൽ പറയാൻ ധൈര്യപ്പെടാറില്ല. അത് ഏറ്റെടുക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അപകടകരമായൊരു അന്തരീക്ഷം വരും ഇലക്ഷനുകളിൽ എനിക്ക് തോന്നുന്നത് കുറേ കൂടി മുസ്ലിം സംഘടനകളെയും മുസ്ലിം കർത്തൃത്വത്തിലുള്ള കാര്യങ്ങളെയും സ്ഥാപനങ്ങളെയും ഒക്കെ കൂടുതൽ ഭീകരവൽക്കരിക്കാൻ ഈ ആഖ്യാനങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്നാണ്. ഇനി CPM ഒരു പക്ഷേ സ്ഥാനാർത്ഥി നിൽക്കുന്ന ആൾ പോലും യഥാർത്ഥത്തിൽ കേരളത്തിലൊരു മുസ്ലിം സംഘടനയെയും പാകിസ്ഥാൻ അനുകൂലികളാക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്ന രീതിയിൽ ഉള്ളൊരു വെറുപ്പ് അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ ഇലക്ഷനുകളിലൂടെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുള്ളൊരു സോഷ്യൽ സംഘാടനം, ഒരു എൻജിനീയറിംഗ് നിർവഹിക്കുക എന്നതാണ് കാലങ്ങളായി CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ഇലക്ഷനുകളിലും CPMൻ്റെ സ്ട്രാറ്റജി ഇതായിരിക്കും എന്നതിൻ്റെ ഉദ്ഘാടനമാണ് നിലമ്പൂർ. ഇത് പറയുമ്പോഴും ഒരാൾക്ക് ചെറിയൊരു സ്വബോധം വന്നിട്ട് ആലോചിച്ച് നോക്കുമല്ലോ. ആലോചിച്ചപ്പോൾ ഇതിൻ്റെ അബദ്ധം മനസ്സിലായതാണ് സ്വരാജിൻ്റെ പ്രസ്താവന. ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ എന്ന് ഒരു സ്വബോധം ഉണ്ടാവുകയാണ് ഒരാൾക്ക്. അതാണ് സ്വരാജിന് പറയേണ്ടി വന്നത്. പക്ഷേ ഇതൊന്നും മൊത്തം പാർട്ടിക്ക് ബാധകമല്ല. പാർട്ടി ഈ വെറുപ്പിൻ്റെതായ ഈ യുക്തിയെ, വസ്തുനിഷ്ഠതയെ, മനുഷ്യൻ്റെ സാമാന്യബോധത്തെ ഓഫ് ചെയ്തുകൊണ്ടുള്ള ഈ വിദ്വേഷ പ്രചരണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളിത് മനസ്സിലാക്കുന്നുള്ളതാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മറ്റൊരിക്കൽ മനസ്സിലാക്കും. ഇതൊരു ധർമ്മയുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ പരാജയപ്പെട്ട ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടാൽ പോലും ഏത് ധർമ്മയുദ്ധവും ആത്യന്തികമായി വിജയിക്കും. അതിൽ അധർമ്മത്തിൻ്റെ ശക്തികൾ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പരാജയപ്പെടും. ഈ വിദ്വേഷം നേരത്തെ പാർട്ടി സെക്രട്ടറിയുടെയും സ്വരാജിൻ്റെയും ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഈ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഒരു ബൂമിംഗ് ഉണ്ട്, വലിയ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിൽ സ്വബോധമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അപവാദങ്ങളായിരിക്കും. കാരണം സ്വബോധം എന്ന് പറയുന്നത് വിദ്വേഷത്തിൽ വളരെ അപവാദങ്ങൾ. കാരണം എല്ലാവരും ഈ ക്യാമ്പയിൻ്റെ ഓളത്തിലാണ് പോവുക. അത് വളരെ ആലോചിച്ചും ചിന്തിച്ചും അതുകൊണ്ട് തന്നെ ഈ വിദ്വേഷത്തെ മറികടക്കാൻ കാലങ്ങളെടുക്കും. നമ്മളൊരു പ്രസ്താവന നടത്തി അതിലൊരു സമുദായത്തെ, ഒരു ജനതയെയോ വേട്ടയാടുകയോ അപരവൽക്കരിക്കുകയോ ചെയ്യുന്നത് തിരുത്തി വരാൻ ഒരുപാട് സമയമാണ്. കാരണം ആളുകളെല്ലാവരും കാരണം ഈ ഒരു ഹെഡ് ക്യാമ്പയിനിൽ സ്വബോധം എന്ന് പറയുന്നത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ വൈകി കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ CPM യഥാർത്ഥത്തിൽ CPMന് ഭരണ തുടർച്ച അല്ലെങ്കിൽ മറ്റു അജണ്ടകളോ താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തോട് ചെയ്യുന്ന കൊടിയ അക്രമമാണ്. കാരണം തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു, കാരണം സ്വബോധമുള്ളവർ അപവാദങ്ങളായി മാറുന്ന ഒരു കേരളത്തെയാണ് CPM ഇതിലൂടെ നിർമ്മിച്ചെടുക്കുക. അവർക്ക് പോലും ഇതിന് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥ. പണ്ടത്തെ പോലെ ഇപ്പോൾ 87-ലും CPM ശരിയത്ത് വിവാദത്തെ തുടർന്ന് ഒരു ഹിന്ദു കൺസൾട്ടേഷനിൽ ഒരു മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ നടത്തുകയും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവിടെ നിൽക്കും. ഇന്ന് അങ്ങനെയല്ല. ഇവിടെ ഇത് എൻകാഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഘപരിവാർ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളം കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അവരുടെ ദേശീയ തലത്തിൽ ഭരണകൂടമുള്ള വലിയ ഒരു പദ്ധതിയാണ്. അവരിത് വളരെ വേഗത്തിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ കൊണ്ടുപോകുമെന്നുള്ളത്. പക്ഷേ CPM ചിന്തിക്കുന്നത് കൊണ്ടുപോകട്ടെ, അടുത്ത ഒരു ഭരണം ഞങ്ങൾക്ക് കിട്ടണം. എനിക്ക് തോന്നുന്നത് CPMൻ്റെ താല്പര്യം എന്നതിനപ്പുറത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വളരെ വ്യക്തിപരമായ
ഒരു താല്പര്യമാണ്. ആ താല്പര്യത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ മുന്നണി എല്ലാവരും നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. ബലിയാടുകളാവുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു തവണ അത് BJP കൊണ്ടുപോയിക്കോട്ടെ, എങ്കിലും ഒരു ടേം കൂടി ഭരിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അങ്ങനത്തെ അല്ലാത്തൊരു അവസ്ഥ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഹാല്യൂഷനിൽ എത്തിയിരിക്കുന്നു. അതിന് പ്രതിപക്ഷ നേതാവ് ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങൾ ചോദിച്ചു. മുഖ്യമന്ത്രി മറുപടി പറയണം. അപ്പൊ അതിനെല്ലാം മറുപടി ജമാഅത്തെ ഇസ്ലാമി. 7 ചോദ്യത്തിന് മറുപടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതാണ് CPM എടുത്തിരിക്കുന്ന ഒരു നരേശന്റെ രീതി എന്ന് പറയുന്നത്. അത് അധികകാലം മുന്നോട്ട് പോകില്ല, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. സാമൂഹ്യ ബോധത്തിലും സംഘാടനത്തിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു വിള്ളൽ, അതിനെ തിരിച്ചുപിടിക്കുക, സൗഹാർദ്ദത്തിലേക്കും സാഹോദര്യത്തിലേക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരിക്കും. ഒരു പക്ഷേ CPM-ൽ പശ്ചാത്തപിച്ചാൽ പോലും നടത്താൻ കഴിയാത്തൊരു ടാസ്കിലേക്ക് അത് പോകുന്നുള്ളതാണ്. അത് ഒരു മനസ്സിലാക്കിയാൽ, എത്രയും തിരുത്തിയാൽ അത്രയും നല്ലത് എന്നേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും. തെരഞ്ഞെടുപ്പുകൾ പലതും സംഭവിക്കാം, പക്ഷേ കാലം പിന്നെയും മുന്നോട്ട് പോകും. ചരിത്രത്തിൽ ഇതിൻ്റെ പേരിൽ CPIM എന്ന് പറയുന്ന പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിചാരണ ചെയ്യപ്പെടും. ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധമായൊരു വംശീയ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു, അതിനെ ആളിക്കത്തിക്കുവാൻ ശ്രമിച്ചു, അതിനെ രാഷ്ട്രീയമായി എൻഗേജ് ചെയ്യാൻ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ശ്രമിച്ച ഒരു വിഭാഗം എന്ന നിലക്ക് അതിനെ പ്രതിരോധിക്കുവാൻ ആദർശപരമായി രാഷ്ട്രീയമായി ബാധ്യതയുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ അതിനെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് പരാജയമായിരിക്കും, അവരുടെയും ഒക്കെ പരാജയമായിരിക്കും. അങ്ങനെ നാളെ ഇവർ ചരിത്രത്തിൻ്റെ പ്രതിക്കൂട്ടിൽ വിചാരണ ചെയ്യപ്പെടും. തെരഞ്ഞെടുപ്പുകൾ അവർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും എന്നതാണ് സംഭവിക്കാൻ പോകുന്നത്.